ജന്മനാട്ടിൽ നിന്ന് ഒരുപാട് അകലെയാണെങ്കിൽ മലയാളം ചാനലുകളിൽ വരുന്ന സീരിയലുകളും പരസ്യങ്ങളും മറ്റു പല പ്രോഗ്രാമുകളും മലയാളിക്ക് ഇന്നും പ്രിയകരമാണ്. അവയെ സെഞ്ചുറി മലയാളികളുടെ ജീവിതാനുഭവങ്ങളും പാട്ടും നൃത്തവുമായി കൂട്ടിയിണക്കിക്കൊണ്ട് സെന്റ് ആൽഫോൺസ് അവാർഡിലെ കലാകാരന്മാരും കലാകാരികളും നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു നൃത്യ നാട്യ സംഗീത സമാഹാരം. Yes, our renowned theatres presents before you. Take it. ഇവനൊന്നും വേറെ ഒരു പണിയില്ല. ഏത് നേരവും വാട്സാപ്പിലാണ്. ഒരു കാപ്പ് തന്നേടി. നിങ്ങൾ എന്തിനാ മനുഷ്യർ ഏത് നേരം ഫോണിൽ നോക്കിയിരിക്കുന്നത്? പഴയകാലത്തെ മനുഷ്യരുടെ വീട്ടില് ചുണ്ണാമ്പ് തേക്കുന്ന പോലെയാ ഇപ്പൊ എല്ലാവരും ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. അത് നിനക്ക് അറിയാൻ പറ്റാഞ്ഞിട്ടാ. ഈ വാട്സപ്പ് വന്നേ പിന്നെ എത്ര പേർക്ക് ആ പണിയാണെന്ന് നിനക്ക് അറിയാവോ? എന്തോന്ന് പണി ഈ ചുണ്ണാമ്പ് തേക്കില്ല? ഈ ഒരു ഗ്രൂപ്പിന്റെ അഡ്മിനൊക്കെ ആകാന്ന് വെച്ചാല് ഇപ്പോൾ എന്താ ഒരു ചാടാ. അതിപ്പോ അതൊരു വലിയ പണിയാണ്. അതല്ലെന്നേ അതിന്റെ കാര്യം. സോക്കർ ഗ്രൂപ്പ്, 56 ഗ്രൂപ്പ്, മീൻപിടുത്ത ഗ്രൂപ്പ്, ഇങ്ങനെ എത്ര ഗ്രൂപ്പുകൾ. ഇനിയിപ്പോ വല്ല വാട്സാപ്പ് മിനിസ്ട്രി വല്ലതും തുടങ്ങിയാല് ചുമ്മാ ഹൗസിൽ കയറാനല്ലേ? അത് ശരിയാ, ആരോ വന്നു തോന്നുന്നു. അത് നമ്മുടെ ബിജോയല്ലേ? നാട്ടിൽ പോകുന്ന വഴി ഇതിലെ വരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ സാധനം കൊണ്ടെടുത്ത് പെട്ടെന്ന് പോയേക്കാം. ഡേ, നീ DC പോസ്റ്റോയിലൊക്കെ പോയോ? എല്ലാ കൂട്ടവും വാങ്ങിച്ചോ? നാട്ടിൽ ചെന്ന് നമ്മുടെ സ്റ്റാൻഡേർഡ് കളയല്ല കേട്ടോ. പോയോന്ന് ഈ പ്രാവശ്യം നമ്മൾ നാട്ടുകാരെ ഞെട്ടിക്കും. ഇത് ആ അസോസിയേഷൻകാർ കൊണ്ടുവന്ന് നിയമിച്ചതാ. അവർ പറഞ്ഞു ഇത് ഇവിടുന്ന് നമ്മൾ മാണിസാറിന് കൊടുക്കാൻ പിരിവെടുത്താണ്. ഇന്നലെ പ്രസിഡന്റ് വിളിച്ചിരുന്നു. അതിന് കുറച്ച് കാശിട്ട് സ്പീക്കർക്ക് ഒരു കമ്പ്യൂട്ടറും ചെയറും കൂടെ വാങ്ങിച്ചു കൊടുക്കണം പറഞ്ഞു. അത് നന്നായി. ഒരു തിരിച്ചു വ്യത്യാസം കാണിച്ചു എന്ന് പറയരുത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ ശരി വിജോയ്, ഹാപ്പി ജേർണി. നീ ഇപ്പൊ എന്നാ കാണിക്കാനാ? നീ ആ TV ഒന്ന് ഓൺ ചെയ്തേ. എന്തെങ്കിലും നല്ല പ്രോഗ്രാം ഉണ്ടോ എന്ന് നോക്കാം. ഓ, നീ അതിന്റെ മുമ്പിലോട്ട് ഇരുന്നോ? ഇന്ന് സാറ്റർഡേ അല്ലേ? സീരിയലൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും നിനക്ക് ഇത്ര മൂപ്പീര്. ഏതായാലും കാണാൻ കൊള്ളാതെ വല്ല പരിപാടി ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇനി നീ എഴുന്നേരോടൊന്ന് വെച്ചേടി. വാർത്തയുടെ സമയമായെന്ന് തോന്നുന്നു. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് റിജോ മനാസോസ്. ആദ്യമായി ദേശീയ വാർത്തകൾ. ഡൽഹിയിൽ ആപ്പിളായ ആപ്പും മഹാരാഷ്ട്രയിൽ ആപ്പിളായ ബീഫും പരസ്പര ധാരണയിൽ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ചു. ഉഭയകക്ഷി ധാരണ പ്രകാരം ചൂല് മാറ്റി ബീഫിനെ തങ്ങളുടെ പുതിയ ചിഹ്നമായി ആപ്പ് പ്രഖ്യാപിച്ചു. കാണാതായ മകൻ തിരിച്ചു വന്ന സന്തോഷത്തിൽ ഇറ്റലിക്കാരി അമ്മച്ചി ബീഹാറിലെ കർഷകരെ കൂട്ടി ഒരു വൻ റാലി സംഘടിപ്പിച്ച് മകനെ സ്വീകരിച്ചു. കേരള വാർത്തകൾ. കൊല്ലങ്കോട് ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് പൂഞ്ഞാറിന്റെ പൊന്നോമനപുത്രന്റെ പൂരപ്പാട്ടും അച്ഛമാമന്റെ അവരെന്നെ ഒറ്റയവനാക്കി എന്ന ഏകാംഗ നാടകവും ഉണ്ടായിരിക്കുന്നതാണ് എന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ 4 വർഷത്തെ UDF ഭരണത്തിന്റെ വിജയാഘോഷത്തോടനുബന്ധിച്ച് എല്ലാ കുടുംബങ്ങൾക്കും ഓരോ സോളാർ പാനൽ ഫ്രീ ആയി കൊടുക്കുവാൻ മന്ത്രിസഭ തീരുമാനിച്ചു. കവികളും കലാകാരന്മാരും ഇനി മുതൽ ഹരിത കേരളം എന്ന ആപ്തവാക്യം ഉപയോഗിക്കരുതെന്നും സരിത കേരളം എന്ന് ഉപയോഗിക്കണമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദേശ വാർത്തകൾ. അമേരിക്കയിലെ വാഷിംഗ്ടൺ DC-യിൽ സെയിന്റ് ജൂഡ് സീറോ മലബാർ ചർച്ച് ഇന്ന് അവരുടെ 2ാമത് ഫാമിലി നൈറ്റ് ആഘോഷിക്കുകയാണ്. നമ്മുടെ റിപ്പോർട്ടർ വിനോചൻ തത്സമയ സംരക്ഷണവുമായി ലൈനിലുണ്ട്. വിനോച, കേൾക്കാമോ? കേൾക്കാം. റിജോ, താങ്കൾക്ക് കേൾക്കാമോ? അവിടെ ഇപ്പോൾ എന്ത് പ്രോഗ്രാമാണ് നടക്കുന്നത്? ഫാമിലി ലൈറ്റ് പ്രോഗ്രാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പതിവ് പോലെ ഈ വർഷവും ഗെയിംസ്വില്ലിലെ ചുടക്കട്ടന്മാർ ഒരു ഗംഭീര പ്രോഗ്രാം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹലോ, വിനോചനുമായിട്ടുള്ള നമ്മുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. നന്ദി വിനോചൻ. വാർത്തകൾക്ക് ശേഷം തത്സമയ സംരക്ഷണം തുടരുന്നതായിരിക്കും. കാലാവസ്ഥ. ഇന്ന് പൊതുവെ ചൂട് കൂടുതലാണെങ്കിലും രാത്രിയിൽ തണുപ്പുണ്ടാകാനും സാധ്യതയുണ്ട്.
എന്നിരുന്നാലും മഴ പെയ്താലും ഇല്ലെങ്കിലും സൂര്യൻ രാവിലെ ഉദിക്കുകയും വൈകുന്നേരം അസ്തമിക്കുകയും ചെയ്യുന്നതാണ്. ഇതോടുകൂടി വാർത്തകൾ അവസാനിച്ചു. ഇനി സെയിന്റ് ജോർജ് ഫാമിലി നൈറ്റിന്റെ തത്സമയ സംരക്ഷണം തുടരുന്നതാണ്. എന്താണ് കമ്പനിയുടെ വല്ലായിക? എന്ത് പറ്റി? അല്ല, നമ്മുടെ സുവനീറിന് അഡ്വർടൈസ്മെന്റ് കിട്ടാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നിട്ടോ അവസാനം 1000 കോപ്പി അടിച്ചിടും എന്ന് പറഞ്ഞപ്പോഴല്ലേ കുറെ പറയുന്നു. അത് കഴിഞ്ഞില്ലേ? ഇനി എന്താ പ്രശ്നം? ഇനി എല്ലാ പ്രശ്നം പരസ്യം തന്നവന്മാരെല്ലാം കൂടി ലിസ്റ്റിംഗ് ഇങ്ങോട്ട് വന്നാൽ നമ്മൾ അടിപടിക്കില്ലേ? നമ്മൾ ആ പാട്ട് 150 പേരല്ലേ ഉള്ളൂ. ഓ, അത് കറക്റ്റാ. ഇനി എന്താ ഒരു കോമഡി? നമുക്കൊരു കാര്യം ചെയ്യാം, സർജിയോട് തന്നെ ചോദിക്കാം. സൂര്യ റിലീസിംഗിന് ഉണ്ണിയപ്പവും പഴംപൊരിയും ഫ്രീ. അലിയ ഇനിയിപ്പോ വീട്ടിലിരിക്കുന്നവന്മാർ Another can change a fundraising event. Good evening. നിങ്ങൾക്ക് മകാൻ കോടീശ്വരൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇവിടെ ഇരിക്കുന്ന എല്ലാ അറിവുള്ളവർക്കും അറിവില്ലാത്തവർക്കും നമസ്കാരം. അറിവിനായി നെട്ടോട്ടമോടുന്നവർക്കും അറിവുകൊണ്ട് നടിക്കുന്നവർക്കും നമസ്കാരം. അറിവിന്റെ മായാ ലോകത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മുടെ ഹോട്ട് സീറ്റിലേക്ക് എത്താൻ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും എന്റെ സ്വാഗതം. ഹോട്ട് സീറ്റിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ആദ്യ വേഗവര ചോദ്യം ഇതാണ്. സെന്റ് ജൂഡ് മിഷന്റെ നിലവിലുള്ള ഭരണസഭയിൽ ഏറ്റവും കൂടുതൽ പ്രതിഭകളെ നൽകിക്കൊണ്ട് തിളങ്ങി നിൽക്കുന്ന മണ്ഡലം ഏത്? യുവർ ഓപ്ഷൻസ്. ഓപ്ഷൻ എ അൽഫോൻസ മണ്ഡലം, ഓപ്ഷൻ ബി ഓൾ സെയിൻസ് മണ്ഡലം, ഓപ്ഷൻ സി സെന്റ് ജോസഫ് മണ്ഡലം, ഓപ്ഷൻ ഡി ലിറ്റിൽ ഫ്ലവർ മണ്ഡലം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അൽഫോൻസ മണ്ഡലം. ആരാണ് അൽഫോൻസ മണ്ഡലം എന്ന് പറഞ്ഞത്? ഞാനാ. വെൽക്കം ടു ദ ഹോട്ട് സീറ്റ് ഓഫ് നിങ്ങളുടെ മകൻ കോടീശ്വരൻ. എന്താ പേര്? എന്റെ പേര് മിസ്സസ് ജോണിച്ചൻ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഹസ്ബൻഡും 2 മക്കളും പിന്നെ ഞങ്ങളുടെ ടിന്റുമോനും. വാവ്, ടിന്റുമോൻ എന്റെ മകൻ ഉമ്മ. അയ്യോ, അത് ഞങ്ങളുടെ വീട്ടിലെ പപ്പിയാ. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. ഇതിന്റെ നിയമങ്ങളെല്ലാം അറിയാമെന്ന് കരുതുന്നു. ആദ്യത്തെ ചോദ്യം ഇതാണ്. പിക്നിക്കിൽ ആദ്യമായി വേലിചാടി കാലൊടിച്ച കമ്മിറ്റി ചെയർമാൻ ആര്? ചോദ്യം വന്നുകൂടെ. വിച്ച് കമ്മിറ്റി ചെയർമാൻ കാലൊടിച്ചപ്പോൾ വേലിചാടി ഡ്യൂറിംഗ് പിക്നിക്? യുവർ ഓപ്ഷൻസ്. ഓപ്ഷൻ എ വിജിത്, ഓപ്ഷൻ ബി ഡിജിത്, ഓപ്ഷൻ സി എജിത് ആൻഡ് ഓപ്ഷൻ ഡി എസ് ജെ. മണിക്കുട്ടി ഓടാൻ തുടങ്ങിയിരിക്കുന്നു. ഓപ്ഷൻ ഡി എസ് ജിത്ത്. ഗുരുജി, പ്ലീസ് ലോക്ക് ഓപ്ഷൻ ഡി എസ് ജെ. ഗുരുജി, ഉത്തരം ശരിയാണോ? വാവ്, നിങ്ങൾക്ക് ലഭിക്കുന്ന 5000 രൂപയാണ്. സന്തോഷമായില്ലേ? പിന്നില്ലേ, സന്തോഷം കൊണ്ട് എനിക്ക് എണീറ്റ് ഓടാൻ തോന്നുന്നു. അയ്യോ, ഓടല്ലേ. 10000 രൂപയ്ക്കുള്ളതാണ് അടുത്ത ചോദ്യം. പ്ലീസ് ലിസൺ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് മില്യൻസ് വരെയുള്ള 2 കുപ്പികൾ ക്ലീനായി പൊട്ടിച്ച് അത് സ്വന്തം ആത്മകഥയാക്കി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ആ മഹാനായ എഴുത്തുകാരൻ ആര്? ചോദ്യം again. Which man പൊട്ടിച്ചു a million worth of copies in Nedumbasheri airplane flying space? Your options. Option A R Raju, option B A Arjun, option C
S. Haju and option D. V. Viju. മണിക്കുട്ടി ഇതാ വീണ്ടും ഓടാൻ തുടങ്ങിയിരിക്കുന്നു. ഓപ്ഷൻ സി എസ് ഹാജു. Please go. Option C. S. Haju. ഉത്തരം ശരിയാണ്. Congratulations. 10,000 രൂപയാണ് ഇപ്പോൾ മിസ്റ്റർ ജോൺസൺ നേടിയിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഷോർട്ട് ബ്രേക്ക്. ദേ പോയി ദാ വന്നു. വെൽക്കം ബാക്ക് ടു നിങ്ങൾക്ക് മകൻ കോടീശ്വരൻ. 10,000 രൂപ നേടിക്കൊണ്ട മിസസ് ജോൺസൺ എന്ന ഹോട്ട് സീറ്റിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 20,000 രൂപയുടേതാണ് അടുത്ത ചോദ്യം. 2014 സെഞ്ചുറി ഫാമിലി നൈറ്റിൽ ഈ സോളമനും സോഷ്യനെയും കണ്ടുമുട്ടി എന്ന ഗാനം അഭിനയിച്ച് സംസ്ഥാന അവാർഡ് വരെ നേടിയ ആ കപ്പിൾ ആരാണ്? Your options. Option A, Joy and Bensi. Option B, Satyan and Jenny. Option C, Sabin and Suma. Option D, Jojo and Shiny. ഉത്തരം ലോക്ക് ചെയ്യാൻ സമയമായി. ഓപ്ഷൻ എ വിജോയ് ആൻഡ് ബിൻസി ലോക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല, ഒരു സംശയമില്ല. വേണമെങ്കിൽ ലൈഫ് ലൈൻ ഉപയോഗിക്കാം. വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ എന്തിനാണ് ഇത്രയും ആലോചിച്ചത്? അല്ല, അവർ കണ്ടുമുട്ടിയ രംഗം ഒന്ന് ആലോചിച്ചു പോയതാ. ഓപ്ഷൻ എ വിജോയ് ആൻഡ് ബിൻസി ഉത്തരം ശരിയാണ്. 20,000 രൂപയാണ് നിങ്ങൾ നേടിയിരിക്കുന്നത്. 50,000 രൂപയുടേതാണ് അടുത്ത ചോദ്യം. ചോദ്യം തരട്ടെ? തന്നോളൂ. എന്നാ പിടിച്ചോ. സെഞ്ചുറി പള്ളിയിൽ സ്വാഗത പ്രസംഗത്തിനിടെ ആദ്യമായി ഒരു കവിത ചൊല്ലിക്കൊണ്ട് ഓഡിയൻസിനെ കൈയെടുത്ത ആ ഭരണാധികാരി ആര്? Question again. Which leader who guided the audience by singing a kavita while സ്വാഗത പ്രസംഗം? Your options. Option A, Napoleon. Option B, Alexander. Option C, Hitler. Option D, Tipu Sultan. ഓപ്ഷൻ ബി അലക്സാണ്ടർ ലോക്ക് ചെയ്തോളൂ. ഉറപ്പാണ്. ഇത്ര പെട്ടെന്ന് എങ്ങനെ ഉത്തരം പറഞ്ഞു? എവിടെയെങ്കിലും വായിച്ചതാണോ? അല്ല സാറേ, ആ കവിതയ്ക്കായിരുന്നു ആ വർഷത്തെ സാഹിത്യ അക്കാദമി അവാർഡ്. Wow, what a wonderful Fantasy Studios melodious answer. Option B, Alexander. ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം 1 കോടി രൂപയുടേതാണ്. ചോദിക്കട്ടെ? ചോദിച്ചോ. റെഡിയാണോ? അതെ അതെ. ആദ്യത്തെ സെഞ്ചുറി സോക്കർ ടൂർണമെന്റിൽ വമ്പന്മാരെന്ന് നടിക്കുന്നവരെ പിന്തള്ളിക്കൊണ്ട് എവർ റോളിംഗ് ട്രോഫി കരസ്ഥമാക്കിയ ആ ചുണക്കുട്ടികൾ ആരാണ്? യുവർ ഓപ്ഷൻസ്. ഓപ്ഷൻ എ, SRA Quotations. Option B, London Zeros. Option C, Ashton Kidlets. Option D, Avier. ഓപ്ഷൻ ഡി അബിയർ. ഇത് ഏത് കുഞ്ഞിനാ സാറേ അറിയാത്തത്? ഓപ്ഷൻ ഡി അബിയർ എന്ന ശരിയുത്തരം പറഞ്ഞുകൊണ്ട് മിസസ് ജോൺസൺ നേടിയിരിക്കുന്ന 1 കോടി രൂപയാണ്. ഈ 1 കോടി രൂപ കൊണ്ട് എന്ത് ചെയ്യാനാണ് മിസസ് ജോൺസന്റെ പ്ലാൻ? ഇതൊന്ന് കിട്ടിയിട്ട് വേണം അതിൽ പകുതി കൊടുത്ത് ആ സ്കോപ്പിന്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് ബ്രോക്കർ ഫാം ഒന്ന് ഊരിയെടുക്കാൻ. മിസസ് ജോൺസന്റെ ആഗ്രഹങ്ങൾ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബൈ ബൈ, ഗുഡ് നൈറ്റ്. Master
ഒന്നും അങ്ങോട്ട് ഉറക്കുന്നില്ല. അതെ, നമുക്കൊരു പണി ചെയ്യാം. അവളെ ആ സൗത്ത് റൈഡിങ്ങിലെ ആന്റി തറവാട്ടിലെ വർദ്ധിച്ചത് കൊണ്ടൊക്കെ ലഭിച്ചാലോ? അപ്പോൾ നിങ്ങൾക്ക് എന്നോട് മാത്രമല്ല അല്ലേ, എന്റെ കുടുംബത്തോട് മൊത്തം വിരോധമാണ്. എന്റെ മകനെ ഇവിടെ കുട്ടിച്ചോറാക്കി തിന്നുന്നതിന് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? പിന്നെ തുടങ്ങി രണ്ടും കൂടെ എപ്പ കണ്ടാലും കീരിയും പാർപ്പിക്കോടെ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഏത് നേരം വഴക്കടിക്കുന്നത്? എന്റെ പൊന്നുകൂടെ പോലുള്ള മോനായിരുന്നു. അവനെ അവൾ കയ്യും കാര്യം കാണിച്ച് വളച്ചെടുത്തിട്ട് ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളുടെ മകനാ ഇതൊന്നും ഇല്ലായിരുന്നോ? കാണിച്ചപ്പോഴേ അങ്ങ് വീരാൻ. എന്നെ കൊണ്ടൊന്നും പറയരുത്. രണ്ടു പേർക്കൊന്നും മിണ്ടാതിരിക്കാവോ? രണ്ടറ്റവും കൂട്ടിപ്പിടിച്ച് വീട് നടത്തിക്കൊണ്ടുപോകുന്നതിന്റെ ബുദ്ധിമുട്ട് എനിക്കേ അറിയത്തുള്ളൂ. അതിന്റെ ഇടയ്ക്കാ ഇതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കുർബാന കഴിഞ്ഞൊന്നും വന്നോട്ടെ. ചേർത്ത് പള്ളിയിൽ പോകും. പോയാൽ തന്നെ കുമ്പസാരം കേട്ടാൽ പിന്നെ അച്ഛന് കുർബാന ചെല്ലാൻ പറ്റുന്നില്ല. തിരിച്ചു വരുന്ന അണ്ണാമച്ചേർത്തിയെ നേരിടാൻ മറിയ എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത്? ആദ്യം മുതൽ മൺഡേ മുതൽ സൺഡേ വരെ നിങ്ങളുടെ സ്വന്തം വീട്. हम इस देश के वासी जहां रोज की दंगा रहता है, जहां रोज रोज अखबारों में स्कैमों का पंगा रहता है, जहां आम आदमी सड़कों पे आधा सा दंगा रहता है, इस हाल में भी, इस दौर में भी हर दिल में तिरंगा रहता है।